എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അതുപോലെ തന്നെ റെഗുലർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 7 ജൂൺ 10 അവസാനിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, റെഗുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റെഗുലർ വിഭാഗത്തിൽ അപേക്ഷിക്കാം. 10ാം ക്ലാസ് ജയിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2 യോഗ്യത ഉണ്ടെങ്കിലും ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിലും PG യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെഗുലർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. 10ാം ക്ലാസ് മിനിമം 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ റെഗുലർ വിഭാഗത്തിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ജൂൺ 10 വരെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ടാവുക. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ജൂൺ 10 വരെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി സെക്കൻഡ് ഇയർ, അതായത് അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2025-26 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിലവിൽ ഇവിടെ വൺ ടൈം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വന്നിട്ടില്ല, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ, അത് ലാറ്ററൽ എൻട്രി വിഭാഗത്തിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 30/5/2025 30/5/2025 എന്ന് പറയുമ്പോൾ ഇന്നാണ്, അതായത് മെയ് 30 അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും 30/5/2025 അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതായത് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 3 അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 3 മുതൽ ജൂൺ 5 വരെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 9 വരെയുമാണ്. അതിനുശേഷം കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ ആരംഭിക്കുന്നത് ജൂൺ 10 മുതൽ ജൂൺ 13 വരെയും സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത് ജൂൺ 19 മുതൽ ജൂൺ 23 വരെയുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് അല്ല, ജൂലൈ 15 അപ്പോൾ ഇത്രയുമാണുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ, ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഗവൺമെൻറ് കോളേജ് ഉണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, IHRD ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജിനേക്കാൾ ഫീസ് കൂടുതലായിരിക്കും മറ്റു വിഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ ഏകദേശം ഒരു 10,000 രൂപക്കുള്ളിലാണ് ഫീസ് വരുന്നത്. അതേസമയം അപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സമയത്ത്, അതായത് ഗവൺമെൻറ് കോളേജിനേക്കാൾ ഫീസ് കൂടുതലായിരിക്കും സെൽഫ് ഫിനാൻസ് കോളേജിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപക്കുള്ളിലാണ് ഫീസ് വരിക. അതേസമയം സെൽഫ് ഫിനാൻസിൽ ഏകദേശം ഒരു 30,000 40,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് പരിശോധിച്ച ശേഷം മാത്രം ലാറ്ററൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കുക. അതുപോലെ തന്നെ റെഗുലർ വിഭാഗം ആണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ജൂൺ 10 വരെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ജൂൺ 10 വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇതിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 12 വരെയാണ്. എന്നാൽ വൺ ടൈം രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് ഈ ഒരു ജൂൺ 11-12 ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക്, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് 10ാം ക്ലാസ്സോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് റെഗുലർ വിഭാഗം അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 10 അതിനുശേഷം ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 18 അത് ജൂൺ 18 അതുപോലെ തന്നെ ജൂൺ 21 നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, അതായത് ജൂൺ 18 മുതൽ 21 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ജൂൺ 25 വരും. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനോ അല്ലെങ്കിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാനോ സാധിക്കുക ഈ ഒരു ജൂൺ 30 വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 5 അതുപോലെ അതുപ്രകാരമുള്ള അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ 10 വരെയുമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജിൽ ഈ ഒരു ജൂലൈ 15 മുതൽ ജൂലൈ 21 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയെല്ലാം നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 23 അതുപോലെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത് 28 മുതൽ
അതായത് ഈ ഒരു ഓഗസ്റ്റ് 1 തീയതി വരെയും. സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 18 വരെയും. അതുപോലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 തീയതിയുമാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ പോളിടെക്നിക്കിൽ നൽകാത്ത വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.